നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്പാർക്ക് ഹെൽപ്പ് ഡെസ്കിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യമേ തന്നെ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു. സംസ്ഥാന സർക്കാർ ജീവനക്കാർക്കും എയ്ഡഡ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും ഫുൾ ടൈം കണ്ടിജൻറ്റ് മറ്റ് വിഭാഗങ്ങളിലുള്ള ജീവനക്കാർക്കും പെൻഷൻകാർക്കും 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസും പ്രത്യേക ഉത്സവ ഭത്തയും അതുപോലെ തന്നെ നമ്മൾ തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള അഡ്വാൻസും അനുവദിച്ചുകൊണ്ടുള്ള ഉത്തരവുകളൊക്കെ നമ്മൾ കണ്ടു കാണും. ആ ഉത്തരവുകൾ പ്രകാരം എപ്രകാരമാണ് സ്പാർക്കിൽ നമ്മൾ ബില്ല് തയ്യാറാക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പരിശോധിക്കുന്നത്. ആ ഒരു ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പായി ആർക്കാണ് ബോണസിന് അർഹതയുള്ളത്, അതുപോലെ തന്നെ ഉത്സവ ഭത്തയ്ക്ക് അർഹതയുള്ളത് എന്നൊക്കെ നമ്മളൊന്ന് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ആദ്യമായിട്ട് തന്നെ നമ്മൾ ബോണസിന് അർഹതയുള്ള ജീവനക്കാരുടെ കേസ് പരിശോധിക്കുകയാണെങ്കിൽ 31/3/2026 സർവീസിലുള്ളവരും 2025-26 സാമ്പത്തിക വർഷത്തിൽ കുറഞ്ഞത് 6 മാസമെങ്കിലും തുടർച്ചയായി സർവീസുള്ള 11ാം ശമ്പള പരിഷ്കരണ പ്രകാരം 49,275 രൂപ വരെയോ, അതല്ല എങ്കിൽ 10ാം ശമ്പള പരിഷ്കരണ സ്കെയിലിലുള്ള ജീവനക്കാരനാണെങ്കിൽ 44,462 രൂപ വരെയുള്ള തുകയോ, 31/3/2026 ആകെ ശമ്പളമുണ്ടായിരുന്ന സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ജീവനക്കാർക്കുമാണ് ബോണസിന് അർഹതയുള്ളത്. ആകെ ശമ്പളം എന്ന് പറയുന്നത് നമ്മൾ HR ഉൾപ്പെടെയുള്ള ശമ്പളമല്ല. ഈ ജീവനക്കാരൻ്റെ ബേസിക് പേ പ്ലസ് DA. ഈ ജീവനക്കാരന് എന്തെങ്കിലും സ്പെഷ്യൽ പേ ഒക്കെ ഉണ്ടെങ്കിൽ അതുകൂടി നമ്മൾ കൂട്ടണം. അതല്ലാത്ത കേസിലാണെങ്കിൽ ബേസിക് പേ 35% DA. 11ാം ശമ്പള പരിഷ്കരണ സ്കെയിൽ പ്രകാരം വാങ്ങുന്ന ജീവനക്കാരനാണെങ്കിൽ അതിൻ്റെ കൂടെ 35% DA വരെ കൂട്ടുന്ന തുക. ഇനി 10ാം ശമ്പള പരിഷ്കരണ സ്കെയിലിലുള്ളയാണെങ്കിൽ ആ വ്യക്തിയുടെ ബേസിക് പ്ലസ് DA എന്ന് പറയുന്നത് 72% ഇങ്ങനെയാണ് നമ്മൾ ആ ഒരു വേതനം കണക്കാക്കേണ്ടത്. ഇത് സ്പാർക്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്നതാണ്. എന്നിരുന്നാലും നമ്മളിതൊന്ന് അറിഞ്ഞിരിക്കുക. നമ്മളുടെ ഓഫീസിലെ ജീവനക്കാർ ചോദിക്കുമായിരിക്കും, എന്തുകൊണ്ടാണ് എനിക്ക് ബോണസ് കിട്ടിയില്ല, ഫെസ്റ്റിവൽ അലവൻസാണ് കിട്ടിയതെന്ന് ചോദിക്കുമ്പോൾ അവരോട് പറഞ്ഞിരിക്കാനായിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊന്ന് അറിഞ്ഞിരിക്കുക. ഇനി ഇതിന് മുകളിലുള്ള എല്ലാ ജീവനക്കാർക്കും ഫെസ്റ്റിവൽ അലവൻസാണ് ലഭിക്കുന്നത്. അത് 3000 രൂപയാണ് ലഭിക്കുന്നത്. ബോണസ് 4500 രൂപയാണ് ലഭിക്കുന്നത്. ഫെസ്റ്റിവൽ അലവൻസ് 3000 രൂപയുമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇതാണ് ബോണസിനും ഫെസ്റ്റിവൽ അലവൻസിനുമുള്ള നിർദ്ദേശങ്ങളെന്ന് പറയുന്നത്. ഇനി നമുക്ക് അഡ്വാൻസിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് പരമാവധി റെഗുലർ ജീവനക്കാർക്ക് 20,000 രൂപ വരെയാണ് അഡ്വാൻസ് അനുവദിക്കാവുന്നത്. ഈ അഡ്വാൻസ് അനുവദിക്കുന്നത് 1000ൻ്റെ ഗുണിതങ്ങളായിട്ടായിരിക്കും അനുവദിക്കുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഓഫീസിലെ പാർട്ട് ടൈം ജീവനക്കാരൊക്കെ ഉണ്ടെങ്കിൽ പാർട്ട് ടൈം ജീവനക്കാർക്ക് 6000 രൂപയാണ് ഓണം അഡ്വാൻസായിട്ട് അനുവദിച്ചിരിക്കുന്നത്. ഈ ഒരു അഡ്വാൻസ് നമ്മൾ 5 ഗഡുക്കളായിട്ട് 2026 ഒക്ടോബർ മാസം മുതലുള്ള ശമ്പളത്തിൽ നിന്നും തിരികെ ഈടാക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങൾ കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. എങ്ങനെ നമുക്ക് സ്പാർക്കിലൂടെ ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, അതുപോലെ തന്നെ ഓണം അഡ്വാൻസ് പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യമായിട്ട് നമ്മളിവിടെ നോക്കുന്നത് ബോണസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്നതിനെക്കുറിച്ചാണ്. ഈ ഒരു പ്രോസസ്സിങ് നമുക്ക് DDO ലോഗിനിൽ നിന്നോ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിൽ നിന്നോ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിലാണ് നിൽക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റ് ലോഗിനിൽ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്ക് ബോണസ് എന്ന് കാണാൻ പറ്റും. ആ ബോണസിൽ ബോണസ് കാൽക്കുലേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പുതിയൊരു വിൻഡോ വന്നു. അതിൽ മന്ത് ആൻഡ് ഇയർ ഒക്കെ മുകളിൽ വന്നു. അതിനകത്ത് നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതുപോലെ തന്നെ DDO കോഡ്, പിന്നീട് ബിൽ ടൈപ്പ്. ഞാനിവിടെ ഒരു ബിൽ ടൈപ്പിൽ ബില്ലെടുക്കുന്നതാണ് കാണിക്കുന്നത്. വീഡിയോ അധികം ലെങ്ത് കൂടാതിരിക്കാൻ വേണ്ടി. നമ്മളുടെ ഓഫീസിലൊക്കെ ഓരോ ജീവനക്കാരെ ശമ്പളം എടുക്കുന്നതിൻ്റെ എളുപ്പത്തിനായിട്ട് നമ്മൾ ഓരോ ബിൽ ടൈപ്പിലായിരിക്കും സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം ആ ഓരോരോ ബിൽ ടൈപ്പിലുള്ള ജീവനക്കാരുടെ നമ്മൾ ഇതിനൊക്കെ ചെയ്യണം. ഞാനിവിടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നൊരു ബിൽ ടൈപ്പാണ് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത്. അപ്പം എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തു. തൊട്ട് താഴെ സെലക്ട് എംപ്ലോയീസ് എന്ന് കണ്ടോ. സെലക്ട് എംപ്ലോയീസിൽ ക്ലിക്ക് ചെയ്യുമ്പം ഈ ഒരു ബിൽ ടൈപ്പിൽ നിന്ന് ബോണസിന് അർഹതയുള്ള എല്ലാ ജീവനക്കാരുടെ പേരും അവിടെ വലതുവശത്തായിട്ട് ലിസ്റ്റ് ചെയ്യുന്നതായിരിക്കും. നമ്മളതൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് ഏറ്റവും മുകളിൽ ആ ഒരു പെന്നിൻ്റെ ഭാഗത്തായിട്ടൊരു ചെക്ക് ബോക്സ് ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ഓൾ സെലക്ട് ആവുന്നതാണ്. അങ്ങനെ ഞാൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു സബ്മിറ്റിൽ ക്ലിക്ക് ചെയ്യുന്നതോടുകൂടി ആ ഒരു ബോണസ് പ്രോസസ്സിങ് ആരംഭിക്കുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ ഓഫീസിലെ റെഗുലർ ജീവനക്കാരുടെ ബോണസാണ് നമ്മൾ പ്രോസസ്സ് ചെയ്തത്. ഇനി നമ്മളുടെ ഓഫീസിൽ നിന്നും 31/3/2026 മുമ്പ്, അതായത് 2025-26 സാമ്പത്തിക വർഷത്തെ ബോണസാണ് നമ്മളിപ്പം പ്രോസസ്സ് ചെയ്തത്. അപ്പം ആ ഒരു പീരീഡിൽ ഏതെങ്കിലും ജീവനക്കാരൻ, അതായത് ബോണസിന് അർഹത ഉണ്ടായിരുന്ന ഏതെങ്കിലും ഒരു ജീവനക്കാരൻ റിട്ടയർ ആയിട്ടുണ്ടെങ്കിൽ ആ ജീവനക്കാരൻ്റെ ഈ ഒരു സമയത്തെ ഓണം ബോണസ് നമ്മളുടെ ഓഫീസിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ ജീവനക്കാരൻ റിട്ടയർ ആയിപ്പോയാലും
ആദ്യത്തെ ഇത് വരുന്നത് നമ്മളുടെ ഓഫീസിൽ നിന്നാണ് പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ടത്. അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ആ ഒരു പ്രോസസ്സിങ്ങും ഇതേ മെനുവിൽ തന്നെയാണ് വരുന്നത്. ആ മെനു നമ്മൾ മുമ്പേ പറഞ്ഞ അത് തന്നെയാണ്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് എന്നതിൽ ബോണസിൽ രണ്ടാമത്തത് കണ്ടോ? ബോണസ് കാൽക്കുലേഷൻ റിട്ടയർഡ് അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പറഞ്ഞ ഓഫീസും ഇതൊക്കെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മളുടെ ഓഫീസിൽ ആ ഒരു കാറ്റഗറിയിൽ വരുന്ന ബോണസിന് അർഹതയുള്ള ജീവനക്കാരുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നതാണ്. നിങ്ങൾ പ്രോസസ്സ് ചെയ്യുമ്പം ആ ഒരു മെനുവും കൂടി കയറി പരിശോധിക്കുക. അത്തരത്തിൽ ആരെങ്കിലും ഉണ്ട് എന്ന് പരിശോധിക്കുക. ഉണ്ടെങ്കിൽ അവർക്കും നമ്മളത് പ്രോസസ്സ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. എൻ്റെ ഓഫീസിൽ അങ്ങനെ ഇല്ലാത്തത് കൊണ്ടാണ് എനിക്കത് കാണിക്കാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ ബോണസ് കാൽക്കുലേഷൻ കൊടുത്തു. അതിനുശേഷം ഇതിലെന്തെങ്കിലും നമുക്ക് തെറ്റുണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്യാനും അതിൽ ഓപ്ഷനുണ്ട്. അതും ഇതേ മെനു തന്നെയാണ്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ബോണസിൽ ബോണസ് കാൽക്കുലേഷൻ ക്യാൻസൽ എന്ന് കണ്ട ക്യാൻസൽ ബോണസ് കാൽക്കുലേഷൻ അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ ഒരു ബില്ല് ക്യാൻസൽ ചെയ്യാനും കഴിയുന്നതാണ്. ഇനി നമ്മളുടെ ഒരു ബില്ല് കാണുന്നതിനായിട്ട് തൊട്ട് താഴെയുള്ള ബോണസ് ബില്ല് കണ്ടോ, അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതുപോലെ തന്നെ DDO കോഡ്, പിന്നീട് ബിൽ ടൈപ്പ് ക്ലിക്ക് ചെയ്ത് തൊട്ട് താഴെയുള്ള കൺട്രോൾ കോഡ് എന്നതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്ര ബില്ല് പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഇവിടെ നിന്ന് ലിസ്റ്റ് ചെയ്യും. ഇവിടെ ഒരു ബില്ലാണുള്ളത്, അതുകൊണ്ട് ആ ഒരു ബില്ല് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഓരോ ബില്ലിൻ്റെ ഇന്നർ, ഔട്ടർ, ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ നമുക്ക് ഓരോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വ്യൂ റിപ്പോർട്ടിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൗൺലോഡായി വരുന്നതാണ്. അത് നമ്മളൊന്ന് വിശദമായിട്ട് പരിശോധിക്കുക. എല്ലാ ജീവനക്കാരും ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നമ്മളൊന്നും കൂടി ഒന്ന് വിശദമായിട്ട് പരിശോധിക്കുക. അതുപോലെ തന്നെ നമ്മൾ വിശദമായി തന്നെ പരിശോധിക്കേണ്ട മറ്റൊരു കേസാണ് നമ്മളുടെ ആ ഒരു ഡ്യൂ കോഡുകളൊക്കെ കറക്റ്റാണോ എന്ന് നമ്മൾ വ്യക്തമായിട്ട് തന്നെ പരിശോധിക്കുക. അതായത് ഓണം അഡ്വാൻസ് റെഗുലർ ജീവനക്കാർക്കും വേജസിനും 2 ഡ്യൂ കോഡാണ്. ബോണസും അതിനൊക്കെ ഉത്സവ ബത്തയ്ക്കുമൊക്കെ റെഗുലർ ജീവനക്കാർക്കും വേജസിനും വെവ്വേറെ കോഡുകളാണ്. ആ കോഡൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിക്കുക. ആ ഡ്യൂ കോഡൊക്കെ ഏതാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ബില്ലിലെ ഔട്ടർ ബില്ലിലെ ഡ്യൂ കോഡുമായിട്ട് പരിശോധിച്ച് ഉറപ്പ് വരുത്തേണ്ടതാണ്. ഇല്ലായെങ്കിൽ ട്രഷറി ബില്ല് ഒബ്ജക്റ്റ് ചെയ്ത് നൽകുന്നതായിരിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ബില്ലൊന്ന് ക്യാൻസൽ ചെയ്തിട്ട് വീണ്ടും ഒന്ന് പ്രോസസ്സ് ചെയ്താൽ തന്നെ കറക്റ്റായിട്ട് വരുന്നതാണ്. എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്പാർക്കുമായിട്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പം ബോണസ് പ്രോസസ്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഒരു പ്രോസസ്സിങ് നോക്കാം. ഫെസ്റ്റിവൽ അലവൻസ് പ്രോസസ്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ സാലറി മാറ്റേഴ്സിലാണ് വരേണ്ടത്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിംഗ് എന്ന ഭാഗത്ത് ഫെസ്റ്റിവൽ അലവൻസ് എന്ന് കണ്ടോ, ഫെസ്റ്റിവൽ അലവൻസിൽ ഫെസ്റ്റിവൽ അലവൻസ് കാൽക്കുലേഷൻ എന്നതിലാണ് നമ്മൾ റെഗുലർ എംപ്ലോയീസിൻ്റെ ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു മെനുവിൽ ക്ലിക്ക് ചെയ്യുകയാണ്. മെനുവിൽ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും പുതിയൊരു വിൻഡോ ഓപ്പണായിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അതുപോലെ തന്നെ ബിൽ ടൈപ്പ് നമ്മൾ സെലക്ട് ചെയ്യുക. അപ്പം ഞാനിവിടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് കാണിക്കുന്നത്. എസ്റ്റാബ്ലിഷ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്തു സെലക്ട് എംപ്ലോയീസ് കൊടുക്കുകയാണ്. അപ്പം ഫെസ്റ്റിവൽ അലവൻസിന് അർഹതയുള്ള എല്ലാ ജീവനക്കാരും, അതായത് ബോണസിന് അർഹതയില്ലാത്ത ജീവനക്കാരെല്ലാം ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ ടൈപ്പിലുള്ള എല്ലാ ജീവനക്കാരുടെയും പേരവിടെ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ഏറ്റവും മുകളിലുള്ള ഒരു പെന്നിൻ്റെ ഭാഗത്തുള്ള ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് എല്ലാ ജീവനക്കാരെയും സെലക്ട് ചെയ്യുകയാണ്. എന്നിട്ട് സബ്മിറ്റ് കൊടുക്കുന്നതോടുകൂടി പ്രോസസ്സിങ് ആരംഭിക്കുന്നതാണ്. ഇതേ കണക്ക് നമ്മൾ ഓരോ ബിൽ ടൈപ്പിലുള്ള ജീവനക്കാരെയും ഇതുപോലെ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഞാനിവിടെ ഒരു ഇത് മാത്രമാണ് കാണിക്കുന്നത്. ഇനി നമ്മളുടെ ഓഫീസിൽ നിന്നും കഴിഞ്ഞ വർഷം റിട്ടയറായിപ്പോയ ജീവനക്കാർക്ക് ഫെസ്റ്റിവൽ അലവൻസിന് അർഹതയുണ്ട്. ആ ജീവനക്കാരുടേത് പ്രോസസ്സ് ചെയ്യുന്നതും നമ്മൾ ഈ ഒരു മെനു വഴിയാണ്. നമ്മൾ പറഞ്ഞു സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ഫെസ്റ്റിവൽ അലവൻസ്, അതിൽ ഫെസ്റ്റിവൽ അലവൻസ് കാൽക്കുലേഷൻ റിട്ടയർഡ് എന്നതിൽ ക്ലിക്ക് ചെയ്ത് അവരുടെ ബില്ലും നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടതാണ്. ഇനി ഈ ബില്ല് ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ തൊട്ട് താഴെ ഓപ്ഷനുണ്ട്. നമ്മൾ മുമ്പും പറഞ്ഞതാണ്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ഫെസ്റ്റിവൽ അലവൻസിൽ ക്യാൻസൽ ഫെസ്റ്റിവൽ അലവൻസ് കാൽക്കുലേഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ബില്ല് ക്യാൻസൽ ചെയ്യാനും കഴിയുന്നതാണ്. അതുപോലെ തന്നെ തൊട്ട് താഴത്തെ ഓപ്ഷൻ കണ്ടോ, ഫെസ്റ്റിവൽ അലവൻസ് ബില്ല് എന്നതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ബില്ല് പരിശോധിക്കാവുന്നതാണ്. ഞാൻ ഒരു ഫെസ്റ്റിവൽ അലവൻസ് ബില്ലിൽ ക്ലിക്ക് ചെയ്യുകയാണ്. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മളുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അതുപോലെ തന്നെ ബിൽ ടൈപ്പ്, തൊട്ട് താഴെ ആ ഒരു ബിൽ ടൈപ്പിൽ നമ്മൾ പ്രോസസ്സ് ചെയ്ത ബില്ല് കാണാൻ പറ്റുന്നതാണ്. ആ ഒരു കൺട്രോൾ കോഡിൽ അതിൽ നിന്നും ആ ഒരു ബില്ല് നമ്പർ നമ്മൾ സെലക്ട് ചെയ്യുക. തൊട്ട് താഴെ ഇന്നർ ബില്ല്, ഔട്ടർ ബില്ല്, അത് കണക്ക് തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്, നമുക്ക് ഓരോന്നും ടിക്ക് ചെയ്ത് നമുക്ക് വ്യൂ റിപ്പോർട്ട് കൊടുത്ത് ആ ഒരു ബില്ല് നമുക്ക് പരിശോധിക്കാവുന്നതാണ്. ഈ ഒരു ബില്ലിലും നമ്മളുടെ ആ ഒരു ഡ്യൂ കോഡ് നമ്മൾ ഔട്ടർ ബില്ലിൽ കൃത്യമായിട്ടും പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഇനി നമുക്ക് അഡ്വാൻസ്, അതായത് ഫെസ്റ്റിവൽ അഡ്വാൻസ്, അതായത് തിരിച്ചടയ്ക്കേണ്ടതായിട്ടുള്ള അഡ്വാൻസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യാമെന്ന് നോക്കാം.
അതിനായിട്ട് ഞാനിവിടെ സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്ന മെനു കണ്ടോ? ആ ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്ന മെനുവിൽ ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് പ്രോസസ്സിംഗ് എന്നതിലാണ് ഞാനിവിടെ ക്ലിക്ക് ചെയ്യുന്നത്. പുതിയൊരു വിൻഡോ വന്നു. അതിൽ നമ്മളെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, മന്ത് ആൻഡ് ഇയർ, DDO കോഡൊക്കെ നമ്മൾ കണ്ടു. തൊട്ട് താഴെയായിട്ട് നമ്മൾ ഏത് ബിൽ ടൈപ്പിൽ നിന്നാണോ ഇവിടെ അഡ്വാൻസ് പ്രോസസ്സ് ചെയ്യുന്നത് അത് ക്ലിക്ക് ചെയ്യുക. ഞാനിവിടെ എസ്റ്റാബ്ലിഷ്മെൻ്റ് ആണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നത്. ഞാനവിടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് സെലക്ട് ചെയ്യുമ്പോഴേക്കും തൊട്ട് താഴെ ആ ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റ് ബിൽ ടൈപ്പിലുള്ള ജീവനക്കാരുടെ പേരെല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഇനി നമ്മൾ വലതുവശത്തോട്ട് പോകുമ്പോഴേക്കും അതിനകത്തൊരു ലോൺ അക്കൗണ്ട് നമ്പർ കണ്ടു. അതിനുശേഷം ലോൺ എമൗണ്ട് കണ്ടോ? ആ ഒരു ലോൺ എമൗണ്ട് എന്ന ഭാഗത്ത് നമുക്ക് പറഞ്ഞു പരമാവധി 20,000 രൂപയാണ് നമ്മൾ റെഗുലർ സർക്കാർ ജീവനക്കാർക്ക് അനുവദിച്ചിട്ടുള്ളത്. ഇനി പാർട്ട് ടൈം ജീവനക്കാരുടെ കേസാണെന്നുണ്ടെങ്കിൽ 6,000 രൂപയാണ്. ഇപ്പം ഞാൻ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആ ഒരു ബിൽ ടൈപ്പാണ് സെലക്ട് ചെയ്തുകൊണ്ട് അതിനകത്ത് നമ്മൾ സാധാ റെഗുലർ ജീവനക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം പരമാവധി 20,000 രൂപ വരെയാണ് ഒരാൾക്ക് അനുവദിക്കാൻ കഴിയുന്നത്. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം നമ്മളുടെ ഓഫീസിലെ ഓരോ ജീവനക്കാരും എത്ര രൂപയാണോ ഫെസ്റ്റിവൽ അഡ്വാൻസ് വേണ്ടത് എന്ന് പറഞ്ഞത് അത് നമ്മളൊരു ടേബിൾ രൂപത്തിൽ തയ്യാറാക്കി വെക്കുക. ഇപ്പം 20,000 രൂപ വേണം എന്ന് പറഞ്ഞ ജീവനക്കാരുടെ ജസ്റ്റ് ഒന്ന് സോർട്ട് ചെയ്യുക. 15,000, 16,000 എത്ര രൂപയാണ്? 1000ൻ്റെ ഗുണിതങ്ങളായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റൂ എന്നുള്ള കാര്യം നമ്മളൊന്ന് ചിന്തിക്കുക. ഇനി നമ്മൾ ആ ലോൺ എമൗണ്ട് എന്ന ഭാഗത്ത് നമ്മുടെ ഓഫീസിൽ നിന്നും ഇപ്പം 20,000 രൂപ ഒരു 4 പേര് പറഞ്ഞു, 15,000 രൂപ ബാക്കി 5 പേര് പറഞ്ഞു. അല്ലെങ്കിൽ എത്ര രൂപ ആയിക്കോട്ടെ, ഇപ്പം 10,000 ആയിക്കോട്ടെ, 11,000 ആയിക്കോട്ടെ, എത്ര രൂപ ആയിക്കോട്ടെ. ഇപ്പം ആദ്യത്തെ ഏറ്റവും വലിയ എമൗണ്ട് ആരാണോ പറഞ്ഞത്, എത്ര പേരാണോ തന്നത്, ഞാൻ ജസ്റ്റ് ആ ഒരു 20,000 രൂപയാണെന്ന് കണക്ക് കൂട്ടി ഞാൻ ആ 20,000 രൂപ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. തൊട്ട് താഴെ നമ്പർ ഓഫ് ഇൻസ്റ്റാൾമെൻറ്റ് അവിടെ 5 ഇൻസ്റ്റാൾമെൻറ്റ്. ഒക്ടോബർ മാസത്തെ സാലറി മുതലാണ് ആരംഭിക്കുന്നതെന്ന് നമ്മൾ ക്ലാസ്സിൻ്റെ ആദ്യം പറഞ്ഞു. അപ്പം മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ് 4,000 രൂപ അവിടെ വന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ലെഫ്റ്റ് സൈഡിൽ ഈ ബിൽ ടൈപ്പിലുള്ള ജീവനക്കാരിൽ ആരൊക്കെയാണോ 20,000 രൂപ വേണം എന്ന് പറഞ്ഞത് അവരുടെ ലെഫ്റ്റ് സൈഡിലുള്ള ആ ഒരു ടിക്ക് ബോക്സിൽ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പം അവിടെ ആ ഒരു എമൗണ്ടൊക്കെ വരുന്നത് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. 20,000 5 ഇൻസ്റ്റാൾമെൻറ്റ് 4,000 രൂപ വെച്ച്. അതിന് ശേഷം എല്ലാവരെയും സെലക്ട് ചെയ്തു. ഇനി വീണ്ടും നമ്മൾ വലതുവശത്ത് വന്ന് ലോൺ എമൗണ്ടിൽ ക്ലിക്ക് ചെയ്യുക. അടുത്ത എമൗണ്ട് പറഞ്ഞത് ഇപ്പം ചിലപ്പോൾ 15,000 രൂപയായിരിക്കും, എത്ര ആയിക്കോട്ടെ. അത് നമ്മളവിടെ എൻ്റർ ചെയ്യുക. തൊട്ട് താഴെ മാസം എത്ര രൂപയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവിടെ വരും. വീണ്ടും നമ്മൾ ലെഫ്റ്റ് സൈഡിൽ വരിക. ആരൊക്കെയാണോ ഈ പറഞ്ഞ എമൗണ്ട് 15,000 ആയിക്കോട്ടെ, 16,000 ആയിക്കോട്ടെ, എത്ര ആയിക്കോട്ടെ, അവരുടേത് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവരുടെ വലതുവശത്തും എത്ര രൂപയാണോ അവർ ആവശ്യപ്പെട്ടത് ഒക്കെ അവിടെ വരുന്നത് കാണാം. അതേ കണക്ക് എല്ലാ ജീവനക്കാരുടെയും മീൻസ് തുക വേണമെന്ന് പറഞ്ഞിട്ടുള്ള എല്ലാ ജീവനക്കാരുടെയും ഇതേ കണക്ക് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾ തൊട്ട് താഴെയുള്ള ആ ഒരു പ്രൊസീഡ് ബട്ടണിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. പ്രൊസീഡ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും ബില്ല് പ്രോസസ്സ് ആവാൻ ആരംഭിക്കുന്നതാണ്. ഇങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതുപോലെ നമ്മളുടെ ഓരോ ബിൽ ടൈപ്പിലും ആവശ്യപ്പെട്ടിട്ടുള്ള ജീവനക്കാരുടേത് ഇതുപോലെ നമ്മൾ ചെയ്യുക. ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പാർട്ട് ടൈം ജീവനക്കാർക്ക് 6,000 രൂപ മാത്രമേ അനുവദിക്കാൻ കഴിയുള്ളൂ എന്ന കാര്യം നിങ്ങളൊന്ന് മനസ്സിൽ കരുതിയിരിക്കുക. ഇനി നമുക്ക് വേണമെങ്കിൽ ഈ ബില്ല് ക്യാൻസൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു തെറ്റ് പറ്റി നമുക്ക് ഈ ബില്ല് ക്യാൻസൽ ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ബോണസിൻ്റെയും ഫെസ്റ്റിവൽ അലവൻസും ഒക്കെ നമ്മൾ ക്യാൻസൽ ചെയ്തു. അതുപോലെ തന്നെ ഈ ഒരു ബില്ല് നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നതാണ്. അതിനായിട്ട് സാലറി മാറ്റേഴ്സിലാണ് വരേണ്ടത്. സാലറി മാറ്റേഴ്സിൽ പ്രോസസ്സിങ്ങിൽ ഓണം അഡ്വാൻസ് എന്നതിൽ രണ്ടാമത്തെ ഓപ്ഷൻ കണ്ടോ? ക്യാൻസൽ പ്രോസസ്സ്ഡ് ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ബില്ല് ക്യാൻസൽ ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ഇതിൻ്റെ ബില്ല് നമുക്ക് പരിശോധിക്കുന്നതിനായിട്ട് തൊട്ട് താഴെയുള്ള ഓണം ഫെസ്റ്റിവൽ അഡ്വാൻസ് ബിൽ ജനറേഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതുപോലെ തന്നെ DDO കോഡ്, വർഷം 2026 അവിടെ വരുന്നതാണ്. മന്ത് നമ്മൾ ഓഗസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അതിനുശേഷം തൊട്ട് താഴെയുള്ള അഡ്വാൻസ് ടൈപ്പ് എന്നതിൽ ഫെസ്റ്റിവൽ അഡ്വാൻസ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോഴേക്കും തൊട്ട് താഴെ നമ്മൾ ഫെസ്റ്റിവൽ അഡ്വാൻസ് പ്രോസസ്സ് ചെയ്ത ബില്ലുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്നതാണ്. അത് നമുക്ക് സെലക്ട് ചെയ്ത് നമുക്ക് ബില്ലുകളൊക്കെ പരിശോധിക്കാൻ കഴിയുന്നതാണ്. ജസ്റ്റ് ഓരോ ഇന്നർ, ഔട്ടർ, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റൊക്കെ നിങ്ങൾ പരിശോധിക്കുക. ഇതിലും നമ്മൾ ഡ്യൂ കോഡുകളൊക്കെ കൃത്യമാണോ എന്ന് പരിശോധിച്ച് ഉറപ്പിക്കുക. തെറ്റുണ്ടെങ്കിൽ നമ്മൾ ക്യാൻസൽ ചെയ്ത് വീണ്ടും പ്രോസസ്സ് ചെയ്യുക. ഇക്കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫെസ്റ്റിവൽ അഡ്വാൻസ്, അലവൻസ്, ബോണസ് ഇതെല്ലാം പ്രോസസ്സ് ചെയ്തു. ഇനി ഈ ബില്ല് മേക്ക് ചെയ്ത് അപ്ലോഡിങ് സപ്പോർട്ടിങ് ഡോക്യുമെൻറ്റ്സ് വഴി നമ്മൾ ബില്ല് ട്രഷറിയിലോട്ട് സബ്മിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഇനി ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ജസ്റ്റ് നമുക്കൊന്ന് പരിശോധിക്കാം. ഇതിനായിട്ട് ഞാനിവിടെ അക്കൗണ്ട്സ് മെനുവിലാണ് വരുന്നത്. അക്കൗണ്ട്സ് മെനുവിൽ ബിൽസിൽ നമ്മൾ മേക്ക് ബിൽ ഫ്രം പേറോൾ എന്ന ഓപ്ഷനിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട്. അതിൽ നമ്മൾ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്,
ഡി ഡി ഒ കോഡ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ബിൽ നേച്ചറുണ്ട്. ബിൽ നേച്ചർ ഞാനിവിടെ ആദ്യം ബോണസാണ് സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ബോണസ് സെലക്ട് ചെയ്യുമ്പോഴേക്കും തൊട്ട് താഴെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുള്ള ബോണസ് ബില്ലുകളെല്ലാം വരുന്നതാണ്. അതിൽ നിന്നും നമ്മളുടെ ബില്ല് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓരോ ബില്ല് നമ്മൾ സെലക്ട് ചെയ്ത് തൊട്ട് താഴെ ബിൽ ടൈപ്പ് വരുന്നതാണ്. ഹെഡ് ഓഫ് അക്കൗണ്ട് വരും. അതിനുശേഷം മേക്ക് ബില്ല് കൊടുക്കുക. ഇതേ കണക്ക് നമ്മളുടെ ബോണസ് ബില്ലുകളെല്ലാം നമ്മൾ ഇതേ കണക്ക് മേക്ക് ചെയ്യുക. അതിനുശേഷം വീണ്ടും നമ്മൾ ഈ ഒരു മെനുവിൽ നിന്ന് തന്നെ ബിൽ നേച്ചർ മാറ്റി ഞാനത് ഫെസ്റ്റിവൽ അലവൻസ് കൊടുക്കുകയാണ്. ഫെസ്റ്റിവൽ അലവൻസ് സെലക്ട് ചെയ്യുന്നു. തൊട്ട് താഴെ സെലക്ട് ബില്ലിൽ നിന്നും നമ്മൾ ഫെസ്റ്റിവൽ അലവൻസിൻ്റെ പ്രോസസ്സ് ചെയ്ത ബില്ലുകളെല്ലാം അവിടെ ലിസ്റ്റ് ചെയ്യും. അതിൽ നിന്നും ഓരോന്നായിട്ട് നമ്മൾ ക്ലിക്ക് ചെയ്യുക. ഏറ്റവും താഴെയുള്ള മേക്ക് ബില്ല് കൊടുത്ത് നമ്മൾ ഓരോ ഫെസ്റ്റിവൽ അലവൻസ് ബില്ലുകളും നമ്മൾ മേക്ക് ചെയ്യുക. ഇനി വീണ്ടും അടുത്ത ഇതിലോട്ട് പോവുകയാണ്. നമ്മൾ ഫെസ്റ്റിവൽ അഡ്വാൻസ് ഇതേ കണക്ക് മേക്ക് ചെയ്യണം. അതിനായിട്ട് ഞാൻ ആ ഒരു ബിൽ നേച്ചറിൽ നിന്നും ഫെസ്റ്റിവൽ അഡ്വാൻസ് ആണ് സെലക്ട് ചെയ്യുന്നത്. ഫെസ്റ്റിവൽ അഡ്വാൻസ് സെലക്ട് ചെയ്ത് തൊട്ട് താഴെയുള്ള ബിൽ സെലക്ട് ബില്ലിൽ നമ്മൾ ഫെസ്റ്റിവൽ അഡ്വാൻസ് നമ്മൾ പ്രോസസ്സ് ചെയ്തൊക്കെ അവിടെ വരുന്നതായിരിക്കും. അതിൽ നിന്ന് നമ്മൾ ഓരോ ബില്ലുകളും സെലക്ട് ചെയ്ത് മേക്ക് ബില്ല് കൊടുക്കുക. എത്ര ബില്ലുകൾ അവിടെ നമ്മൾ പ്രോസസ്സ് ചെയ്തിട്ടുണ്ടോ അത്രയും ബില്ല് നമ്മൾ മേക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പം നമ്മൾ മേക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ ബില്ലുകളും. ബോണസിൻ്റെയും ഫെസ്റ്റിവൽ അലവൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ് നമ്മൾ പ്രോസസ്സ് ചെയ്ത എല്ലാ ബില്ലുകളും നമ്മളിവിടെ മേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മെനുവിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് ആണ്. ആ ഒരു മെനുവിലോട്ട് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ട്സിൽ, ബിൽസിൽ അപ്ലോഡ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന ഓപ്ഷൻ വഴിയാണ് നമ്മൾ അതിലോട്ട് പോകുന്നത്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കുക. നമ്മുടെ റെഗുലർ ജീവനക്കാരുടെ കേസിൽ റെഗുലർ പാർട്ട് ടൈം കണ്ടിജൻറ്റ് ജീവനക്കാരുടെ ഓണ അഡ്വാൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, ബോണസ് ബില്ലുകൾക്ക് നമ്മൾ പ്രത്യേക നടപടിക്രമങ്ങളോ സാക്ഷ്യപത്രങ്ങളോ ഒന്നും ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടില്ല. ഇനി താൽക്കാലിക ജീവനക്കാരുടെ ഓണ അഡ്വാൻസ്, ഫെസ്റ്റിവൽ അലവൻസ്, ബോണസ് ബില്ലുകളിൽ നടപടിക്രമം, സാക്ഷ്യപത്രം എന്നിവ നമ്മൾ അപ്ലോഡ് ചെയ്യണം എന്നത് നമ്മൾ നിർബന്ധമായിട്ടും ഉറപ്പ് വരുത്തുക. റെഗുലർ എംപ്ലോയീസിൻ്റെ കേസിൽ നമ്മൾ ഒന്നും അപ്ലോഡ് ചെയ്യേണ്ടതില്ല. ഓക്കെ, അപ്പം നമ്മളിവിടെ റെഗുലർ എംപ്ലോയീസിൻ്റെയാണ് പ്രോസസ്സ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് നമ്മളിവിടെ അപ്ലോഡിങ് സപ്പോർട്ടിംഗ് ഡോക്യുമെൻറ്റ്സ് എന്ന ഭാഗത്ത് ഒന്നും തന്നെ അപ്ലോഡ് ചെയ്യുന്നില്ല. ഞാൻ ജസ്റ്റ് ആ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, DDO കോഡ്, അത് കണക്ക് തന്നെ ടൈപ്പ് ഓഫ് ബില്ലെന്ന് പറയുന്നത് സാലറിയാണ്. ബിൽ നേച്ചർ എന്നത് ആദ്യത്തെ ഓപ്ഷൻ. സാലറി, അരിയർ, ലീവ് സറണ്ടർ, ബോണസ്, ഫെസ്റ്റിവൽ അലവൻസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്ന് കിടക്കുന്നുണ്ടോ, അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. അത് സെലക്ട് ചെയ്ത് തൊട്ട് താഴെയുള്ള സെലക്ട് ബില്ലിൽ ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും നമ്മൾ പ്രോസസ്സ് ചെയ്ത ബോണസ്, അഡ്വാൻസ്, അലവൻസ് എല്ലാ ബില്ലുകളും അവിടെ ലിസ്റ്റ് ചെയ്യുന്നത് കാണാവുന്നതാണ്. അതിൽ നിന്നും നമ്മൾ ഓരോ ബില്ലും സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഫസ്റ്റ് ബില്ല് ഇവിടെ സെലക്ട് ചെയ്യുകയാണ്. സെലക്ട് ചെയ്ത് തൊട്ട് താഴോട്ട് വന്ന് ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. ഇതേ കണക്ക് നമ്മൾ പ്രോസസ്സ് ചെയ്ത് വെച്ച എല്ലാ ബില്ലും ഇതേ കണക്ക് നമ്മൾ ഫോർവേഡ് ഫോർ അപ്രൂവൽ കൊടുക്കുക. അങ്ങനെ ഈ ഒരു ബില്ല് ഇ സബ്മിഷൻ എന്ന് പറയുന്ന ഒരു മെനുവിലോട്ടാണ് പോകുന്നത്. ഇനി നമ്മൾ ഇ സബ്മിറ്റ് ചെയ്യാനായിട്ട് അക്കൗണ്ട്സിൽ, ബിൽസിൽ ഇ സബ്മിറ്റ് എന്ന ആ ഒരു വിൻഡോയിലാണ് നമ്മൾ ക്ലിക്ക് ചെയ്യേണ്ടത്. പുതിയൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതാണ്. അതിൽ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റ്, ഓഫീസ്, അതേപോലെ തന്നെ ബിൽ നേച്ചർ എന്ന് പറയുന്നത് സാലറി, അരിയർ, ലീവ് സറണ്ടർ, ബോണസ്, ഫെസ്റ്റിവൽ അഡ്വാൻസ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഓപ്ഷൻ കണ്ടോ, അതാണ് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അത് ക്ലിക്ക് ചെയ്യുമ്പോഴേക്കും തൊട്ട് താഴെ ഈ ബില്ലുകളെല്ലാം ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ ആ സെലക്റ്റിൽ ക്ലിക്ക് ചെയ്ത് വലതുവശത്ത് ബിൽ ഡീറ്റെയിൽസ് ലിസ്റ്റ് ചെയ്യുന്നതാണ്. അതിൽ നമ്മൾ ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് ചെയ്ത് അപ്രൂവ് ആൻഡ് സബ്മിറ്റ് കൊടുത്ത് നമ്മളുടെ ഒരു DSC ടോക്കൺ പാസ്വേഡ് എൻ്റർ ചെയ്ത് നമ്മളുടെ ഓരോ ബില്ലുകളും നമ്മൾ ട്രഷറിയിലോട്ട് ഈ സബ്മിറ്റ് ചെയ്യേണ്ടതാണ്. ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഓണത്തിൻ്റെ ഫെസ്റ്റിവൽ അലവൻസ്, അഡ്വാൻസ്, ബോണസ് എന്നിവ പ്രോസസ്സ് ചെയ്യുന്നത് സംബന്ധിച്ചുള്ളത്. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളുടെ ആ ഒരു ഡ്യൂ കോഡ് കൃത്യമാണോ എന്ന് നമ്മൾ പരിശോധിച്ച് ഉറപ്പ് വരുത്തുക. ഈ ഒരു ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. നമുക്ക് പുതിയൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും കാണാം. നന്ദി.